കോഴിക്കോട്ടേക്കാണ് യാത്ര. കണ്ണെത്താത്ത ദൂരം ചുവന്ന പരവതാനി വിരിച്ച് ആമ്പൽപ്പൂ വസന്തമുണ്ട് അവിടെ. കോഴിക്കോട് മാവൂരിലാണ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചയുള്ളത്. അപ്പോൾ പോവല്ലേ മാവൂരിലേക്ക്? കൂടാറുണ്ട് സമീർ സി മുഹമ്മദ് ഉണ്ട്. പോകാം. നോക്കെത്താ ദൂരം വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂക്കൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ആ കാഴ്ചകൾ കാണാൻ മാവൂർ എളമരത്തേക്ക് പോകാം. ചാലിയാർ പുഴയൊരുത്ത് എളമരം കടവ് പാലം കഴിഞ്ഞെത്തുന്നത് ഈ മനോഹര കാഴ്ചകളിലേക്കാണ്. ഇളം വെയിലിന്റെ ലാളനയേറ്റ് സഞ്ചാരികളുടെ മനം കവർന്ന് വിരിഞ്ഞു നിൽക്കുകയാണ് പ്രകൃതി വസന്തം. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കാഴ്ച. ഇത് ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി പേർ എത്തുന്നുണ്ട്. എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും വന്ന് നിൽക്കാൻ പറ്റിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല അടിപൊളി സ്പോട്ടാണ്. തോണിയൊക്കെ ഉണ്ട്. രാവിലെ ഒരു 6 മണിക്കൊക്കെ വന്ന് നല്ല കോടയുണ്ട്. നല്ല വൈബിലുള്ള സ്ഥലം. സൂര്യോദയത്തോടെ വിടരുന്ന പൂക്കൾ വെയിലിന്റെ കാഠിന്യം കൊണ്ട് ഉച്ചയോടെ വാടും. പിന്നെ അടുത്ത പ്രഭാതത്തിലെ പൂക്കൾ പൂർണ്ണതോതിൽ വിടരുകയുള്ളൂ. പൂക്കൾക്കിടയിലൂടെയുള്ള തോണി സഞ്ചാരം അത് വേറിട്ടൊരു അനുഭവമാണ്. ഇത് ആസ്വദിക്കാനും ഇവിടെ നിരവധി പേർ എത്തുന്നുണ്ട്. സെപ്റ്റംബറിൽ ആരംഭിച്ച ആമ്പൽപ്പൂ വസന്തം ഡിസംബർ അവസാനം വരെ നീണ്ടു നിൽക്കും. ഇവിടെ ഇപ്പോൾ ഒരു മാസമായിട്ട് ആമ്പൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ രാവിലെയാണ് ആൾക്കാർ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം കഴിഞ്ഞാൽ പൂവ് വാടിയിട്ട് ഒരു 10 മണി വരെ മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ പൂവ് വാടും. ഫാമിലീസാണ് ഇഷ്ടംപോലെ വരാറ് തോണിയിൽ കയറാൻ. അവിടെയാണ് തോണിയുള്ളത്. തോണി കയറിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആൾക്കാർ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ പൂക്കൾ ഒരുപാട് പറിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ. അതൊരു ചെറിയൊരു പ്രശ്നമുള്ളൂ. ബാക്കി പിന്നെ വരുന്ന ആൾക്കാർക്ക് പിന്നെ കാണാനും എന്തിനൊന്നും പൂക്കൾ ഉണ്ടാവില്ല. വിവാഹം, പ്രീ വെഡിങ് ഷൂട്ട് തുടങ്ങിയവയ്ക്കായും ഇവിടെ ആളുകൾ എത്തുന്നുണ്ട്. പൂക്കളൊക്കെ നല്ല ഭംഗിയാ. ആൾക്കാരൊക്കെ കുറേ നേരം വരും. സൂപ്പർ. രാവിലെ തിരക്കൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തോന്നും. അങ്ങനെ കണ്ട കുറേ ആൾക്കാർ ഇറങ്ങുന്ന കണ്ടിട്ട് കുറേ ആൾക്കാർ വരും. ആർക്കും അറിയില്ല, നാട്ടുകാർക്ക് തന്നെ അറിയില്ല എങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത്. സഞ്ചാരികൾ എത്തുന്നത് പ്രദേശത്തെ കച്ചവടക്കാർക്കും അനുഗ്രഹമാണ്. കൊള്ളാമല്ലേ ഈ മനോഹര കാഴ്ച? ഈ മനോഹാരിത നിലനിൽക്കണമെങ്കിൽ ഇവിടെ എത്തുന്നവർ ശ്രദ്ധിക്കണം. പലരും ഇവ പറിച്ച് നശിപ്പിക്കുന്നു എന്നത് ഖേദകരമാണ്. റൈഡൻ റിപ്പോർട്ടറിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. കോഴിക്കോട് നിന്ന് വിഷ്ണു കച്ചേരിക്കും ആശിഷിനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24.
അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് പാട്ട് പാടിയത്. ഇങ്ങനെയുള്ള ഒരു അമ്പൽ പൊയ്കയൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പാട്ടുകൾ വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പാട്ടുകൾ, ചിലരെങ്കിലും പാട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഭംഗി ഈ അമ്പലുകൾ കാണാമെന്ന് പറയുന്നു. അതുകൂടെ അമ്പൽപ്പൂ പറിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം അത് ചെയ്യരുതെന്ന് പറയുന്നു. റീന സതീശൻ പറയുന്നു, അല്ലിയാമ്പൽ പൂവേ ചൊല്ലു ചൊല്ലു പൂവേ എന്ന പാട്ട് അതാണ് അവർക്ക് തോന്നിയത്. അങ്ങനെ ഒരുപാട് പേർ കമൻറ്റുകൾ നൽകുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മുടെ പവിത്രൻ പാതിരപ്പൻ എനിക്കിഷ്ടപ്പെട്ടില്ല പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, ഞാൻ കൃത്യം 2 മണിക്ക് ഭക്ഷണം കഴിക്കാറുള്ളൂ, അത് റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെന്ന് പറയുന്നു മിനി ബാബു. അതുപോലെ ഷഫീർ മണ്ണാർക്കാട് പറയുന്നു, അന്ന് അരയ്ക്ക് വെള്ളം എന്നൊക്കെ പറയുന്ന പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ വേറൊരു കമൻറ്റ് ഞാൻ കണ്ടു. നമ്മുടെ ഈ കാഴ്ച ഷീ എയിൽ എന്നാണെന്ന് തോന്നുന്നു കമൻറ്റ് ചെയ്ത ആളുടെ പേര്. ഇത് വലിയ കാഴ്ചയാണെങ്കിൽ ഞങ്ങളുടെ എഴുമന്തുരുത്ത് കണ്ടാൽ നിങ്ങൾ എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവിടുത്തെ പ്രത്യേകത, അത് പറയും. ഇതുപോലെ അമ്പൽ പോവുകയാണെങ്കിൽ നമുക്ക് അത് കാണിക്കാവുന്നതാണ് പ്രേക്ഷകരെ.